ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ ജുമഅയുടെ സുന്നത്തായ കുളി കുളിക്കുകയാണ് എന്ന് നിയത്ത് ചെയ്തിട്ട് കുളിക്കണം. അപ്പൊ ആ കുളിക്ക് കൂലി കിട്ടും. അങ്ങനെ കുളിച്ചു. വളരെ നേരത്തെ പള്ളിയിലേക്ക് പോയി. വളരെ നേരത്തെ മാങ്ങോടുത്ത് ഓടില്ല. നടന്നുപോയി. വാഹനം കയറാൻ സൗകര്യം ഉണ്ടായിരുന്നു, എന്നാലും നടന്നുപോയി. ഇമാമിന്റെ അരികത്ത് ചെന്നിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുകയും അവിടെ മൗനിയായി ഇരിക്കുകയും ചെയ്തു. വലം യൽഗു, എന്ത് ലഘുവ് ചെയ്തില്ല. ജുമാ നിസ്കാരം ഖുതുബ നഷ്ടപ്പെടുന്ന, ജുമായുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ മിൻ ബൈതിഹി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽവെപ്പിനും അമലു സനത്തിൻ, ഒരു വർഷത്തെ അമലിന്റെ കൂലി അല്ലാഹു കൊടുക്കും. അജ്രി സിയാമിഹാ വ ഖിയാമിഹാ, ആ ഒരു കൊല്ലം നിന്ന് നിസ്കരിക്കുകയും പകൽ സമയം നോമ്പ് നോൽക്കുകയും ചെയ്ത കൂലി അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തുവാണെന്നറിയോ? കുളിക്കണം, ഭാര്യമാരൊക്കെ ഉള്ളവരാണെങ്കിൽ. വളരെ നേരത്തെ പോയി. നടന്നുപോയി. വാഹനം കയറാൻ സൗകര്യമുണ്ട്, നടക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ, എന്നാ പിന്നെ നടക്കാം. അല്ല നടക്കാതെ എത്തൂല, ജുമാ ഇഷ്ടപ്പെടും, നടന്നാല അങ്ങോട്ട് പോകാൻ പറ്റില്ല. വാഹനം കയറേണ്ട വേണം അല്ലെ? ഇവിടുന്ന് ഷെയ്ഖാബിലേക്ക് നിസ്കരിക്കാൻ പോകണം, നടന്ന് എത്തുമോ ജുമാക്ക്? ഇല്ല, അപ്പൊ വണ്ടി കയറേണ്ടി വരും. അതല്ല പറഞ്ഞത്, നടക്കാൻ പറ്റുന്ന റീസണബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഇമാമിന്റെ അരികത്ത്, ഇമാമിന്റെ അടുത്ത് പോയിരിക്കാൻ വേണ്ടി എല്ലാവരും തഹത്ത് റിഖാബ് ചെയ്തിരുന്ന തോളിലൂടെ ചവിട്ടിക്കാരി പോകാൻ പാടില്ല. അത് കറാഹത്താണ് ജുമാ ദിവസം. ആൾക്കാരിയ്ക്കുകയാണ്, ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണത്. ചിലർ പോയിട്ട് അവരുടെ തോളൊക്കെ ചെരിഞ്ഞിട്ടുണ്ടാവും, പോയിട്ട് ആൾക്കാരായിട്ട് നടന്നിട്ട് അവസാനം മുസല്ലിയത്തിൽ പൊറുക്കി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവസാനം വരും, ആദ്യത്തെ സ്വപ്പിലൊക്കെ എത്തും വേണം. ഇമാം സലാമിന്റെ അപ്പം എണീറ്റ് പോരും ചെയ്യും. അങ്ങനത്തെ വളവന്മാരുണ്ട്. ഓലെ പറ്റല്ലേ പറയണത്? ആദ്യം പോയിട്ട് ആ സ്ഥലം പിടിച്ചു. ഇമാമിന്റെ തൊട്ടു പിറകിൽ ഏറ്റവും ശ്രേഷ്ഠം ഇമാമിന്റെ വലതു ഭാഗത്താണെന്ന് തൊട്ടു പിന്നിൽ നിന്നു, അല്ലെങ്കിൽ ആദ്യ സഫുകളിൽ സ്ഥലം പിടിച്ചു, അവിടെ ഇരുന്നു. ജുമുഅ ശ്രദ്ധിച്ചു കേട്ടു. നമ്മൾ ശാഫിഈ മദ്ഹബ് പ്രകാരം ജുമുഅ എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇത് അള്ളാഹുവിന്റെ ഒരു ദിക്റാണ്, ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാണ് എന്ന് മാത്രം മനസ്സിലായാലും മദീന. അവിടെ മിണ്ടാതിരുന്നു. വലം യൽഗു, ജുമുഅ മുറിയുന്ന ഒന്നും ചെയ്തില്ല. ഖുതുബ നടക്കുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ ദിക്റെല്ലാം പാടില്ല. ഞാൻ ഇന്നലെ ഖുതുബ ഓതിയിരുന്നു നാട്ടില്. അപ്പണ്ട് ഒരാൾ ഫോട്ടോ എടുക്കണം. എന്താ ചെയ്യാ? 2 ക്ലിപ്പ് പിന്നെ ഞാൻ പറഞ്ഞു, എടുക്കല്ലേന്ന് പറയാൻ വയ്യല്ലോ ഖുതുബയില്. ഞാൻ കൈകൊണ്ട് കാണിച്ചു കൊടുത്തു, ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യാ? ഖുതുബ നടക്കുമ്പോഴേ ഒരു ചരൽക്കല്ല് തൊട്ടാൽ ജുമുഅ ബാത്തിലാവുന്ന ആ മനുഷ്യന്റെ ചരൽക്കല്ലിന് അന്നത്തെ പള്ളിയിലെ കാർപ്പറ്റ് കല്ലുകളാണ്. അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഓണാക്കുക, ഖുതുബ നടക്കുമ്പോൾ വെച്ചിട്ട് മൊബൈൽ സൈലന്റ് ആക്കുക, മെസ്സേജ് നോക്കുക, ജുമുഅന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന. പിന്നീട് ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കല്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാർക്ക് ഇവരില്ലാതായിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ ജുമുഅ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ എല്ലാ കാൽവെപ്പിനും ഒരു കൊല്ലത്തെ കൂലി കിട്ടും. അപ്പൊ എത്ര കാൽവെപ്പുണ്ടാവും? എല്ലാ കാൽവെപ്പിനും. വെക്കുന്ന ഓരോ കാലിനും മിൻ ബൈതിഹി ഇലൽ മസ്ജിദി, വീട്ടിൽ പള്ളിയിലേക്ക് പോകുന്നത് അമലു സനത്തിൻ അജ്രി സിയാമിഹാ വ ഖിയാമിഹാ, ഒരു കൊല്ലം നിന്ന് നിസ്കരിച്ച കൂലി, ഒരു കൊല്ലം പകല് നോമ്പ് നോറ്റ കൂലി അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരത്തെ പോണം കേട്ടോ, അപ്പോഴാണത് കിട്ടുള്ളൂ. ജവാസ് മുഖാലമത്തിൽ ഇമാമി ഫിൽ ഖുത്ബത്തി ലിൽ ഹാജ, ഒരു അത്യാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഖുത്ബ നിർവഹിക്കുന്ന സമയം ഇമാമുമായി സംവദിക്കൽ ജായിസാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. വഅന്നഹാ ലാ തൻഖതിഉ ബിൽ കലാം വലാ തഫ്സദുൽ ജുമുഅത്തുൽ മുതകല്ലിമി മഅൽ ഇമാം. അല്ലാഹുവിന്റെ റസൂലേ, ദുആയിരക്കണം ഖുത്ബയുടെ നേരം ദുആഇന് ഉത്തരം കിട്ടുന്ന നേരമാണ്. ജനങ്ങൾ മുഴുവനും മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാലില്ല നബിയെ. വളരെ ചില റിവായത്തുകളൊക്കെ വന്നത് ഭയങ്കരമാണ്. നബിയെ, കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, ഉമ്മമാർക്ക് പാൽ കൊടുക്കാൻ വയ്യ, അവർക്ക് പോലും വെള്ളമില്ല, ഞങ്ങൾക്ക് മഴ വേണം നബിയെ. അത്തരം ചില വിഷയം ഇമാമിനോട് ഉയർത്തുന്നത് പോലും കുഴപ്പമില്ല എന്ന് ജവാസിബിലുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ മഴയെ തേടുന്ന സമയത്ത് ഖുതുബ നിർവഹിക്കുന്ന ഇമാമിന് കൈ ഉയർത്താം. സത്യത്തിൽ ഖുതുബ ഓതുന്ന ഇമാം കൈ ഉയർത്താൻ പാടില്ലെന്നാണ് ദുആഇറക്കുമ്പോൾ. നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതാണ് അതിന്റെ അദാബുകളിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു നമ്മുടെ ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് സുന്നത്തുണ്ട് ഒരു വിരൽ ഉയർത്തൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് പറയുമ്പോൾ ഒരു വിരൽ ഉയർത്തൽ സുന്നത്ത്. പക്ഷെ കൈ ഉയർത്താൻ പാടില്ല. ആര്? ഇമാം ഉയർത്തരുത്, മഅ്മൂമീൻ ഉയർത്തണം.
ഇമാമിന് അതുപോലും സുന്നത്തില്ല ഖുതുബയിൽ. പക്ഷേ മഴയെ തേടുകയാണെങ്കിൽ അവിടെ കയ്യുയർത്തൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ തേടുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു ചില കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഖുതുബ എന്നത് പ്രസംഗമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ആണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കയ്യുയർത്തിക്കൂടെ, ആംഗ്യം കാണിച്ചൂടെ? ഖിബലയിൽ നിന്ന് മുഖം തിരിക്കരുതെന്ന് ഖുതുബയോതുന്ന അവർ ഇമാമിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിജയത്തിൽ നിന്ന് മുഖം തിരിക്കുക, ഒരു പ്രഭാഷണത്തിന്റെ ശൈലിയിലേക്ക് ശരീരം ആംഗ്യവിക്ഷേപങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഖുതുബയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇമാമിയങ്ങൾ ശരിക്കും പ്രസംഗിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുതുബയുടെ അദാബുകളിൽ പറഞ്ഞത് നേരെ മറിച്ചാണ്. മഴയെ തേടുന്ന നിസ്കാരത്തിന് അതിന് ദുആ സമയം പോലും ഇമാം ഖുതുബയോതുന്ന ഇമാം വിരലേ ഉയർത്താവൂ, കൈ ഉയർത്തരുത്. അത്രയും അച്ചടക്കത്തിലാണ് ഖുതുബ നിർവഹിക്കുന്നത്. യാ അല്ലാഹ്. അപ്പോ ഇമാമിയങ്ങളെ ഹദീസ് ധരിച്ചിട്ട് പറയുന്ന വിഷയം ഇതാണ്, മഴയെ തേടുന്ന ദുആയാണെങ്കിൽ അവിടെ കൈ ഉയർത്തിക്കോട്ടെ. നമ്മളൊക്കെ ആരെങ്കിലും ഖുതുബക്ക് ഇമാമുക്കാണെങ്കിൽ മസാല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതിനാണ് സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.